കാലത്തിനു ശേഷം എല്ലാവരും കാത്തിരുന്നൊരു സന്തോഷകരമായ സംഗമത്തിനായിരുന്നു. പക്ഷേ സീതാദേവിയുടെ അഗ്നിപ്രവേശം സത്യത്തിന്റെ പ്രഖ്യാപനമായി മാറി. സത്യം ഒരിക്കലും പരാജയപ്പെടില്ല. നമസ്കാരം. പാലാഴിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കർക്കിടക മാസത്തിലെ നമ്മുടെ രാമായണം യാത്രയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നാം രാവണന്റെ ജീവിതത്തിലൂടെ ഒരു വലിയ പാഠം മനസ്സിലാക്കി. ജ്ഞാനമുണ്ടായിട്ടും വിനയമില്ലെങ്കിൽ ജീവിതം വിജയിക്കില്ല. ഇന്ന് രാമായണത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവത്തിലേക്കാണ് നാം കടക്കുന്നത്. സീതാദേവിയുടെ അഗ്നിപ്രവേശം. ഈ വിഷയം പറയുമ്പോൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. രാമായണം വായിക്കേണ്ടത് ഇന്നത്തെ കണ്ണുകൊണ്ട് മാത്രമല്ല, അത് സംഭവിച്ച കാലഘട്ടത്തിന്റെ ധർമ്മവും രാജധർമ്മവും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ്. രാവണവധത്തിന് ശേഷം സീതാദേവിയെ ഹനുമാൻ ശ്രീരാമന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും വിചാരിച്ചു ഇനി സന്തോഷകരമായ സംഗമം നടക്കും. പക്ഷേ ശ്രീരാമൻ ആദ്യം പറഞ്ഞ വാക്കുകൾ പലരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അദ്ദേഹം വ്യക്തിപരമായ വികാരങ്ങൾ മാത്രമല്ല നോക്കിയത്. ഒരു രാജാവെന്ന നിലയിൽ സമൂഹത്തിന്റെ മുമ്പിൽ ധർമ്മം എങ്ങനെ നിലനിർത്താം എന്ന ചിന്തയിലായിരുന്നു അദ്ദേഹം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ സീതാദേവിയുടെ പവിത്രതയെക്കുറിച്ച് തന്റെ മനസ്സിൽ സംശയം പുലർത്തിയതായി പറയുന്നില്ല. എന്നാൽ ലോകത്തിന്റെ മുമ്പിൽ സീതാദേവിയുടെ നിർമ്മലത തെളിയപ്പെടണം എന്നതാണ് രാജധർമ്മത്തിന്റെ ഭാഗമെന്ന് അദ്ദേഹം കരുതി. അതിനാലാണ് സീതാദേവി അഗ്നിദേവനെ സാക്ഷിയാക്കി തന്റെ പവിത്രത ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തിയത്. സീതാദേവി അഗ്നിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പ്രതിജ്ഞ ചെയ്തു. ഞാൻ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രീരാമനോട് ഒരിക്കലും അവിശ്വസ്തയായിട്ടില്ലെങ്കിൽ അഗ്നിദേവൻ എന്നെ സംരക്ഷിക്കട്ടെ. അവൾ അഗ്നിയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അഗ്നി അവളെ സ്പർശിച്ചില്ല. അഗ്നിദേവൻ സീതാദേവിയെ അതേ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്ന് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചു. സീത പവിത്രയാണ്. ഇത് ഒരു സ്ത്രീയുടെ തോൽവിയായിരുന്നില്ല, സത്യത്തിന്റെ വിജയത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഈ സന്ദർഭത്തിൽ ഒരു പുരാണ കഥ ഓർക്കാം. മാർക്കണ്ഡേയ മഹർഷിയുടെ കഥ. 16-ാം വയസ്സിൽ മരണം സംഭവിക്കുമെന്നായിരുന്നു വിധി. എന്നാൽ മാർക്കണ്ഡേയൻ ഭഗവാൻ ശിവനിൽ അചഞ്ചലമായ വിശ്വാസം അർപ്പിച്ചു. യമധർമ്മരാജൻ എത്തിയപ്പോൾ പോലും അദ്ദേഹം ശിവലിംഗത്തെ വിട്ടില്ല. ഒടുവിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് മാർക്കണ്ഡേയനെ രക്ഷിച്ചു. ഈ കഥയും സീതാദേവിയുടെ അഗ്നിപ്രവേശവും ഒരേ സത്യമാണ് പറയുന്നത്. സത്യവും വിശ്വാസവും ഉള്ളിടത്ത് ദൈവം തന്നെയാണ് സാക്ഷിയാകുന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നാം ചെയ്യാത്ത തെറ്റുകൾ പോലും ചിലപ്പോൾ നമ്മുടെ മേൽ ആരോപിക്കപ്പെടാം. അത്തരം സമയങ്ങളിൽ കോപത്തേക്കാൾ ശക്തമായത് ക്ഷമയാണ്. അസത്യത്തേക്കാൾ ശക്തമായത് സത്യമാണ്. സീതാദേവി അതാണ് കാണിച്ചു തന്നത്. അവൾ പ്രതികാരം ചെയ്തില്ല, ആരെയും ശപിച്ചില്ല, സത്യത്തിൽ ഉറച്ചു നിന്നു. ഇന്നൊരു നിമിഷം ചിന്തിക്കൂ. ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും? ഉടനെ കോപിക്കുമോ, അതോ സത്യത്തിൽ ഉറച്ചു നിൽക്കുമോ? കാലം കഴിയുമ്പോൾ സത്യത്തിന് തന്നെയാണ് വിജയം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. ഇന്നു മുതൽ സത്യത്തിന്റെ വഴിയിൽ നടക്കും. പ്രതിസന്ധികളിൽ ക്ഷമ കൈവിടില്ല. ആരോപണങ്ങളെക്കാൾ എന്റെ സ്വഭാവത്തിന് പ്രാധാന്യം നൽകും. കാരണം സത്യം ചിലപ്പോൾ പരീക്ഷിക്കപ്പെടാം, പക്ഷേ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നാളത്തെ വീഡിയോയിൽ നാം ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. അയോധ്യയിലേക്കുള്ള മടക്കയാത്രയും ശ്രീരാമന്റെ പട്ടാഭിഷേകവും. 14 വർഷത്തെ വനവാസം അവസാനിച്ചപ്പോൾ അയോധ്യ എങ്ങനെ ശ്രീരാമനെ സ്വീകരിച്ചു? രാമരാജ്യം എന്ന ആശയം ഇന്നും എന്തുകൊണ്ട് മാതൃകയായി കണക്കാക്കപ്പെടുന്നു? അതാണ് നാളത്തെ വിഷയം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, പാലാഴി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ രാമായണ യാത്ര നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക. ഈ കർക്കിടക മാസത്തിൽ സീതാദേവിയുടെ ആത്മശക്തിയും ശ്രീരാമന്റെ ധർമ്മനിഷ്ഠയും നമ്മുടെ ജീവിതത്തെ സത്യത്തിന്റെ വഴിയിലൂടെ നയിക്കട്ടെ. ജയ് ശ്രീരാം. നന്ദി, നമസ്കാരം.